പി.വി. ജോഷിലയിലേക്ക് വീണ്ടും പോകുന്നു. ജോഷില, ഈ മണിക്കൂറുകളിലെ കണ്ണീരിന്റെ ചിത്രത്തിന് മേപ്പാടി എന്നുകൂടി പേരുണ്ട്. കാരണം ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാഴ്ചകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും മേപ്പാടി കടന്നുപോകുന്നു. ജോഷില അതിന് നേരിട്ട് സാക്ഷ്യം വഹിക്കുന്നു. സ്വാഭാവികമായും എനിക്ക് മനസ്സിലാകും ഒരു തരത്തിലും വിശദീകരിക്കാനാകാത്ത ഹൃദയവേദനയാണ് അവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരിലും ഉള്ളതെങ്കിലും ജോഷില, എത്ര പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവരുടെ ഉറ്റവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ ദുരന്തമുഖത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കാമോ? തീർച്ചയായും അസിത, ഇവിടേക്ക് 15 മൃതദേഹങ്ങളാണ് ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 2 പേരുടെ മൃതദേഹം മാത്രമാണ്, 2 കുട്ടികളുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ലഭിക്കുന്ന കണക്ക്. ഔദ്യോഗികമായ വിവരങ്ങൾ ഇതുവരെ കൃത്യമായും പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ വളണ്ടിയർമാരായിരുന്നു തിരിച്ചറിഞ്ഞു എന്നുള്ളത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് തിരുത്തുകയാണ്. 2 പേരുടെ മൃതദേഹങ്ങൾ, 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഹൃദയഭേദകമായ ഏറ്റവും വലിയ ഒരു ഏകദേശം 5 മണിയോട് കൂടി തന്നെ ഈ മൃതദേഹങ്ങൾ ഇവിടെ മേപ്പാടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 7:30-ക്കാണ് ജോഷില പറയുന്നത് 2 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്, 15 പേരിലെന്ന്. എന്ന് പറയുമ്പോൾ ജോഷില, ബാക്കിയുള്ളവർ തിരിച്ചറിയാനാകാത്ത നിലയിലാണ് എന്നുള്ളതാണോ, അതോ അവരുടെ ബന്ധുക്കൾ, അവരുടെ വേണ്ടപ്പെട്ടവർ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണോ ജോഷില മനസ്സിലാക്കേണ്ടത്? അസിത, ഇതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയതാണ്. അവിടെ അയൽക്കാരെന്നോ രക്ഷപ്പെട്ടവർ അവരാണ് ഇവരെ തിരിച്ചറിയേണ്ടത്. മാത്രമല്ല മറ്റ് ജില്ലകളിലോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലോ ഉള്ള ബന്ധുക്കളാണ് തിരിച്ചറിയേണ്ടത്. അത് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അവരെ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നവരാണ്. അകന്ന ബന്ധുക്കളും അതുപോലെ തന്നെ അടുത്തുള്ള ആളുകളും അത്തരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആളുകളാണ്. തങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടോ, തങ്ങളുടെ പരിചയക്കാർ ഉണ്ടോ എന്നുള്ള ഒരു മാനസിക അവസ്ഥ, അത് വലിയൊരു പ്രശ്നമാണ്. അവർ ജീവിച്ചിരിക്കണമേ എന്ന് ആഗ്രഹിക്കുമ്പോഴും അവരെ ഉണ്ടോ എന്ന് അറിയാൻ, അതായത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന 2 പേരോട് സംസാരിച്ചിരുന്നു. അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്. ബന്ധുക്കൾ ഇതിൽ പെട്ടിരുന്നു അല്ലേ? എനിക്കറിയില്ല. ആരാ ഇതിനകത്ത് പെട്ടിരിക്കുന്ന? എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ പേരക്കുട്ടി. ഇല്ല, ഒരു നോക്കുന്നുള്ളൂ. ഓളെ ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, പിന്നെ ഉപ്പ ഉമ്മ. ഇല്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ നോക്കുന്നുണ്ട്, ശരിക്കും എന്നാ അറിയില്ല. അത് ആരതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർ നോക്കുന്നു. ഞാനിപ്പോൾ സംസാരിച്ചത് അവരുടെ, അതായത് മരുമകളെ തേടി വന്നവരാണ്. സ്ഥലത്ത് നിന്നും വന്ന ആളുകളാണ്. ഇവിടേക്ക് വന്ന് അവരുടെ മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ തിരിച്ചറിയാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതിൽ ഒരു മരുമകളും അതുപോലെ തന്നെ കുട്ടിയെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ കൂടെ വന്ന ബന്ധുക്കൾ ഇവരെ തിരിച്ചറിയാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതാണ് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അത്തരം ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ഇതുവരെ തിരിച്ചറിഞ്ഞവരുടെ ഒരു കണക്കുമായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവരൊന്നും തന്നെ ചോദിക്കാനുള്ള ഒരു അത്തരത്തിൽ ഒരു സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവരുള്ളത്. ഒന്ന് തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ, അതായത് തങ്ങളുടെ ബന്ധുക്കൾ ആവരുതേ എന്ന് ആഗ്രഹിക്കുമ്പോഴും അത് ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് സാധിക്കില്ല. കാരണം യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടേ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരോട് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. അതൊരു ധാർമ്മികതയുടെ പ്രശ്നം കൂടിയാണ്. എൻ്റെ അടക്കമുള്ള മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. അവരോടിപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റ് ഇതിലേക്കൊന്നും കടക്കാത്തത്. എന്തായാലും ഈ ഒരു സന്നിഗ്ധ ഘട്ടം എന്ന് പറയുന്നത് മേപ്പാടി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്ത മുഖത്തിലൂടെയാണ് കടന്നു പോകുന്ന ഒരു പരീക്ഷ ഇപ്പോൾ കടന്നു പോകുന്നത്. എങ്ങനെയെങ്കിലും ആളുകളെ കണ്ടെത്തുക എന്നുള്ളത്, അതുപോലെ
കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് നേരത്തെ തന്നെ മന്ത്രി രാജൻ വ്യക്തമാക്കിയതാണ്. അവരുടെ റേഷൻ കാർഡ് അടക്കം പരിശോധിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുട്ടികൾ എത്ര കുട്ടികൾ ഇതിലുണ്ട്, ഈ ഒരു ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കടക്കം ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ കണക്കുകൾ എങ്ങനെയെങ്കിലും, അതായത് വലിയവരുടെ കണക്കുകൾ എങ്ങനെയെങ്കിലും ലഭ്യമാകും. എന്നാൽ പോലും കുട്ടികൾ എത്ര പേർ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കില്ല. അംഗനവാടികളിൽ നിന്നുള്ള കണക്കെടുക്കേണ്ടതുണ്ട്. ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീടുള്ള നടപടിക്രമം എങ്ങനെയാണ്? ഈ മുൻപൊക്കെ അധികൃതർ സംസാരിക്കുമ്പോൾ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഈ മൃതദേഹങ്ങൾ അത് സാധ്യമാണോ ജോഷിൽ? അതെങ്ങനെയാണ് അടുത്ത നടപടിക്രമം? അതോ അവരെ കാക്കാനാണോ തീരുമാനം? ശാസ്ത്രീയമായ രീതിയിൽ ഒരുപക്ഷെ അസിത പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ അത് നടത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഇവിടെ ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ ഒരു മോർച്ചറി ആക്കി മാറ്റിയിരിക്കുകയാണ്. അതിനുള്ള ഇവിടെ നേരെ ഉച്ചയോടുകൂടി തന്നെ ആ ഒരു മോർച്ചറിയിലാണ് ഇപ്പോൾ ഇവരെ കയറി നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാവധാനത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിന് മാത്രമാണ് ബന്ധുക്കളും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരും ഉള്ളത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇനി തിരിച്ചറിയാത്തവരെ ഇവിടെ തന്നെ ഒരുപക്ഷെ 1-2 ദിവസം സൂക്ഷിക്കുമായിരിക്കും. അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായ രീതിയിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനുശേഷം സംസ്കരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ 15 മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 15 മൃതദേഹങ്ങളിലാണ് 2 കുട്ടികളെ മാത്രം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റ് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ 15-ന് ശേഷം വരുന്ന ഏകദേശം ഒരു 13ഓളം മൃതദേഹങ്ങൾ ഇനിയും ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. ആ മൃതദേഹങ്ങൾ കൂടി ഐഡന്റിഫൈ ചെയ്യണം. അത്രയും ആളുകൾ ഇപ്പോഴും ഇവിടെ ഈ ഒരു പരിസരത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഹൃദയഭേദകമായ ഒരു കാഴ്ച അത് ഇപ്പോൾ മേപ്പാടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത, ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോഴും അതിനേക്കാൾ വലിയൊരു പരീക്ഷണ ഘട്ടത്തെയാണ് ഇന്ന് മേപ്പാടി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹിക്കുമ്പോഴും, ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും മൃതദേഹം കണ്ട് തിരിച്ചറിയാൻ വരേണ്ടി വരുന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം മാനസികാവസ്ഥ ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മേപ്പാടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അസിത, തീർച്ചയായും അതീവ ദുഃഖകരമായ സാഹചര്യമാണ്. ജോഷിലെ വിശദീകരിക്കുന്ന സാഹചര്യത്തിൻ്റെ വ്യാപ്തി നമുക്ക് അതുപോലെ തന്നെ മനസ്സിലാകുന്നുമുണ്ട്. ഉറ്റവർ ആ കൂട്ടത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ മൃതദേഹങ്ങൾക്കരികിലേക്കും അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എത്തുന്നത്. അത്രമേൽ ദയനീയമായ അവസ്ഥയാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതിൽ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ അവിടെയാണ് ആ മനുഷ്യർ ഓരോരുത്തരും ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ ചാലിയാർ പുഴയിലൂടെ ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ ഇപ്പോൾ മേപ്പാടിയിൽ തിരികെ എത്തിച്ച് അത് തിരിച്ചറിയുന്ന നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 38 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാനുള്ളത്. 15 പേരെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ 2 കുട്ടികളുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനായിട്ടുള്ളത് എന്നുള്ളതാണ് ജോഷില പങ്കുവയ്ക്കുന്ന വിവരം. മറ്റുള്ളവ ഒന്നുകിൽ തിരിച്ചറിയാനാകാത്ത നിലയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മൾ ജോഷില ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇവരെ തിരിച്ചറിയേണ്ടവരും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരും എല്ലാവരും ഒരുപോലെ ദുരന്തത്തിൻ്റെ ഇരയായ മനുഷ്യരാണ്. ചില ആളുകൾക്ക് പൂർണ്ണമായും ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ചില വീടുകളിലെ, ചില കുടുംബങ്ങളിലെ എല്ലാ ആളുകളും ഒരുപോലെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ദൂരദേശങ്ങളിൽ നിന്നുള്ള ബന്ധുക്കൾ ഇവിടേക്ക് എത്തി ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വലിയ നടപടിക്രമമാണ് വാസ്തവത്തിൽ ഇത്. പക്ഷേ കരളലിയിപ്പിക്കുന്നതാണ്, കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യവുമാണ്. അങ്ങനെയുള്ള അതീവ ദുഃഖകരമായ ദയനീയമായ സാഹചര്യത്തിലൂടെ ആ നാട് കടന്നു പോകുന്നു. ജോഷില, ഇതിനോടൊപ്പം തന്നെ ഈ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ ജോഷില? ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ പല ആളുകളും ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രം മാത്രം, ഉടുവസ്ത്രം മാത്രമായി ആ ദുരന്തത്തിൻ്റെ വേളയിൽ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടവരാണ്. പക്ഷേ ഇന്നിപ്പോൾ കേരളം ഒരുമിച്ച് കൈകോർത്തതോടുകൂടി കുറേ സാധനങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണം, ഏറ്റവും അത്യാവശ്യമുള്ള വസ്ത്രം, ഇതൊക്കെ അവരിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ ജോഷില? ഇപ്പോൾ എങ്ങനെയാണ് അവരുടെയൊക്കെ സാഹചര്യം?
അസിത, ഇവിടെ ഇപ്പോൾ ഇതുവരെ ആംബുലൻസിലൊക്കെ ആണ് ഇവിടെ മൃതദേഹം എത്തിച്ചില്ല. ആംബുലൻസിന്റെ ഡ്രൈവർമാരായിരുന്ന ആളുകൾ ഇവിടെയുണ്ട്. അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. കാരണം അവർ ഈ ദുരന്തത്തെ നേരിട്ട് കണ്ടവരാണ്, അഭിമുഖീകരിച്ചവരാണ്, ഈ ഒരു ദുരന്തം പേറി ഇവിടെ വരെ എത്തിച്ചേർന്നവരാണ്. അവരോട് നമുക്ക് ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു സമാനതകളില്ലാത്ത ദുരന്തമാണ് നടന്നിരിക്കുന്നത്, ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങളടക്കമുള്ള ആളുകൾ നേരിട്ടത്? അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഐഡന്റിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ്? വളരെ ദൗർഭാഗ്യകരമായ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ കരളലിയിപ്പിക്കുന്ന രംഗങ്ങളാണ്. നമ്മൾ കേരളം കാണാത്ത രീതിയിലുള്ള വലിയൊരു അനുഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ നടക്കുന്നത് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും 500ഓളം ആംബുലൻസുകൾ നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 250ഓളം ഫ്രീസറുകൾ ആൾറെഡി നമ്മൾ വയനാട് ജില്ലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മൾ അവിടുന്ന് ഐഡന്റിഫൈ ചെയ്തതും ചെയ്യാത്തതുമായ അവയവങ്ങളും അതുപോലെ തന്നെ ബോഡികളെല്ലാം നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 100ഓളം ആംബുലൻസുകൾ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിന് പുറമെ 100ഓളം ഫ്രീസറുകളും നമ്മൾ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും 30ഓളം ആംബുലൻസുകൾ അവിടെ നിന്ന് നിരവധി 10 ആയിട്ട് 30ഓളം ആംബുലൻസുകൾ ഇവിടെ നിലവിൽ പുറപ്പെട്ടിട്ടുണ്ട്. 25ഓളം ആംബുലൻസുകളുടെ ആൾറെഡി പേഷ്യൻ്റ് അതുപോലെ തന്നെ ബോഡികളായിട്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇനിയും 15ഓളം ആംബുലൻസുകൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അതാണ് നിലവിലെ സാഹചര്യം. അത് പല രീതിയിലാണ്, എത്ര ബോഡികളാണെന്ന് പറയാൻ പറ്റാത്തക്ക അവസ്ഥയിലാണ്. നമ്മളടുത്ത് ഡീറ്റെയിലും കാര്യങ്ങളുണ്ട്. അവയവങ്ങളാണ് കൂടുതൽ, ഡെഡ് ബോഡികളാണ് എന്നിരിക്കെ തന്നെ ഒരു ഫ്രീസറിനകത്ത് തന്നെ 4ഉം 5ഉം ആളുകളുടെ വിവിധമായ ആളുകളുടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്, അവിടങ്ങളിൽ അത് ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രതികരണങ്ങളും ഞങ്ങളുടെ പ്രതിനിധികളുടെ വിവരങ്ങളും ഒക്കെയും അത് ഇടയ്ക്ക് വെച്ച് വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ അവിടെ ആംബുലൻസ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് ആളുകളാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അവർ ദുരന്തമുണ്ടായ വേളയിൽ തന്നെ ഒട്ടനവധി ആംബുലൻസുകളും മറ്റും ക്രമീകരിക്കുകയും സജ്ജീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവർ ഈ ആളുകളെ എത്തിക്കുന്നതിന്, ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന്, ഇപ്പോൾ ഈ മൃതദേഹവുമായി തിരിച്ചു വരുന്നതിനൊക്കെയും സന്നദ്ധരായി അവർ ദുരന്തമുഖത്തുണ്ട് എന്ന് ബന്ധപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. അവരുടെ പ്രതികരണമാണ് ഇപ്പോൾ ജോഷില തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ചും റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ്. വയനാട് അതിതീവ്ര മഴയും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ അടിക്കടി നമുക്ക് നേരിടേണ്ടി വരികയും ചെയ്യുന്നത്. എന്തായാലും ജോഷിൽ ഇപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലാണ്. അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട് കുത്തിയൊലിച്ചു വന്ന മലവെള്ളം നിരവധി ആളുകളുടെ ജീവനും കൊണ്ട് ചാലിയാർ പുഴയിലൂടെയാണ് ഒഴുകിയത്. അങ്ങനെ ചാലിയാർ പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്ന് തൊട്ടടുത്ത ദിവസങ്ങളിലായി കണ്ടെത്തിയ മൃതശരീരങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ പലതും ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ്, ശരീരഭാഗങ്ങൾ മാത്രമാണ്, പൂർണ്ണമായും മൃതദേഹമെന്ന് പറയാവുന്ന നിലയിലല്ല. ജോഷില ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ കട്ടായി പോകുന്നുണ്ട്. റേഞ്ചിൻ്റെ പ്രശ്നമാണ്. തുടരാം ജോഷില. റേഞ്ചിൻ്റെ പ്രശ്നമാണ് അസിത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 38 മൃതദേഹങ്ങളും അതുപോലെ തന്നെ 27 പേരുടെ ശരീരഭാഗങ്ങളും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് സംസാരിക്കും. നേരത്തെ ശരീരഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ശരീരഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീസറിനകത്ത് ഓരോ വണ്ടികളിൽ നമ്മൾ ഫ്രീസറിൽ ഓരോ ബോഡികളായിട്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. കാരണം ഒരു ഫ്രീസറിനകത്ത് തന്നെ വിവിധമായ ആളുകളുടെ വിവിധമായ ശരീരഭാഗങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്തതും പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വയനാട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 31ഓളം ആംബുലൻസുകൾ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അവിടുന്ന് 15-20ഓളം ആംബുലൻസുകളുടെ ബോഡികൾ ഇറക്കിയിട്ടുണ്ട്. നമുക്കത് ബോഡികളെന്ന് പറയാൻ പറ്റൂല. കാരണം വിവിധമായ ആളുകളുടെ വിവിധ ശരീരഭാഗങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പല വിധത്തിലുള്ള കണ്ണീരിൽ കുതിർന്ന ഒരു കേരളം എന്ന് പറയുന്ന രീതിയിൽ വയനാട് വളരെ ദുഃഖത്തിൽ നമ്മളെ കേരളം ഒന്നടങ്കം കാണാത്ത രീതിയിലുള്ള ഒരു നാച്ചുറൽ ദുരന്തമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആംബുലൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ രക്ഷാപ്രവർത്തനം മറ്റുള്ള രീതിയിലായിട്ട് ഇവിടെ നിലവിലുണ്ട്. നമുക്ക് വേണ്ടി വന്നാൽ ഇനിയും 200ഓളം ഫ്രീസറുകളും 300ഓളം ആംബുലൻസുകളും നമ്മൾ ഒരു അറേഞ്ച്മെൻ്റ് എന്ന രീതിയിൽ നമ്മൾ മാറ്റിയിട്ടിരിക്കുകയാണ്. വയനാട് വേണ്ടിയുള്ള എല്ലാ സഹായവും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള എല്ലാ സഹായവും ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ആംബുലൻസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഈ വരുന്ന മൃതദേഹങ്ങൾ എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇതിൽ ഭൂരിഭാഗവും പലരുടെയും മൃതശരീര ഭാഗങ്ങൾ ആയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരുപക്ഷെ അവരുടെ മുന്നിൽ നിന്നും അത്രയേറെ വിശദമായി പറയാൻ സാധിക്കില്ല. കാരണം ആ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കുറഞ്ഞ വാക്കുകളായിരിക്കും. അതിനപ്പുറം ഉള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ടത്. ഞാൻ ജോഷിലേക്ക് മടങ്ങിയെത്താം. ജോഷില, ആ സാഹചര്യം നമ്മൾ അതുപോലെ തന്നെ മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോൾ ജോഷിലോട് സംസാരിച്ചത് ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്നത് പോലെ പലതും മൃതദേഹ ഭാഗങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും അത് തിരിച്ചറിയുന്ന നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളൊക്കെ അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്.